അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. ജോയിന്റ് കൗൺസിൽ നന്മ സാംസ്കാരിക വേദി കുമാരനാശൻ ചരമശതാബ്ദി അനുസ്മരണം സംഘടിപ്പിച്ചു. കവിയും ചലച്ചിത്ര സംവിധായകനുമായ വിനോദ് കൈതാരം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ നന്മ സാംസ്കാരിക വേദി കുമാരനാശൻ ചരമ ശതാബ്ദി അനുസ്മരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴയിൽ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച യോഗം കാഫികനും സിനിമ സംവിധായകനുമായ വിനോദ് കൈതാരം ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ തിരിച്ചുവിടാൻ, ഇത് സത്യം പറഞ്ഞാൽ നന്മ പോലെയുള്ള സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ ചെയ്യുന്നത് ഒഴുക്കിനെതിരെയുള്ള ഒരു വലിയ നീന്തലാണ്. ഇന്ന് ജാതിയും മതവും അതിഭീകരമായി അദൃശ്യമായി നമ്മുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുമാരനാശാന്റെ സ്മരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ ചെയ്യുന്ന ചരിത്രത്തോട് ചെയ്യുന്ന നീതി പുലർത്തലാണ്. ആ മഹാനുഭാവന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്മ സംസ്ഥാന പ്രസിഡന്റ് MC ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ BR രാജേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം PA രാജീവ്, ജില്ലാ പ്രസിഡന്റ് MA അനൂപ്, നന്മ സാംസ്കാരിക വേദി സംസ്ഥാന സെക്രട്ടറി G അരുൺകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK ശ്രീജേഷ്, NK സതീഷ്, മേഖലാ സെക്രട്ടറി അനൂപ് കുമാർ MS, സതീഷ് കുമാർ TR എന്നിവർ പ്രസംഗിച്ചു. കുമാരനാശാൻ കവിതകളുടെ ആലാപനവും ചടങ്ങിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.